അങ്ങ് ഡൽഹിയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. കേരളമാണ് റൂട്ടെങ്കിലും ഡൽഹിയിലാണ് ഇപ്പോൾ പിടിപാട് മുഴുവനും. അപ്പോൾ തങ്ങളാണ് ഇതെല്ലാം ചെയ്തത്, തങ്ങൾ തുടക്കം വെച്ചത് കൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് പിതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമം പോലും വിജയിച്ചില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അങ്ങനെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ MP-മാർ ഉൾപ്പെടുന്നുണ്ട്, മറ്റ് നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട്, ദേശീയരെന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന നേതാക്കൾ ഉൾപ്പെടുന്നുണ്ട്. ഇവർക്കെല്ലാം എതിരെ ഒരു 4 വരിയിൽ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ നമുക്കങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയാം, ഒറ്റ വരിയിൽ വല്ല പണിയെടുത്ത് ജീവിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് വിനായകൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസിക് മറ്റേ പ്രതികരണ ശൈലി ഉണ്ടല്ലോ, ഫോട്ടോ ഇടുക, അതിന്റെ മുകളിലൊരു ക്യാപ്ഷൻ കൊടുക്കുക, അങ്ങനെ ക്ലാസിക് സ്റ്റൈലിൽ ഈ പറഞ്ഞ പോലെ തൂഫാനാക്കി വിട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ മേഘയ്ക്കെതിരെ നാളെ തൊട്ട് സൈബർ അറ്റാക്ക് തുടങ്ങും. മേഘ പേര് പറഞ്ഞില്ല എങ്കിലും ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്നും പറഞ്ഞ് നാളെ തൊട്ട് ആ കൂട്ടർ, അറിയാലോ, ആ കൂട്ടർ ചുമപ്പൻ പരമധാനിയിൽ അങ്ങേക്കെതിരെ പ്രശ്നമുണ്ട്. പോയിട്ട് വന്നതേ ഉള്ളൂ. അടുത്ത ഇയറിലേക്കുള്ള ലോഞ്ചിങ് പാടാണ് ഇപ്പൊ തയ്യാറാക്കി. അപ്പൊ അതൊന്നും തയ്യാറാക്കുന്നതല്ല. എന്ത് രസമാണ് ഇവരുടെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ CPM ആ സമരത്തിൽ എന്ത് പങ്കുണ്ടായിരുന്നു എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളും അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യണം. അഖിലേഷ് യാദവ് ഉണ്ടായിരുന്നു, ശ്രീമതി മമതയുടെ പാർട്ടിയും അവിടെ വന്നില്ലെങ്കിലും അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീ ബ്രിട്ടാസിനോ ശ്രീ റഹീമിനോ അവിടെ റോളില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഈ ചില സിനിമകളിൽ ഈ വഴിപോക്കന്റെ സീനുണ്ടല്ലോ അഭിനയിക്കുന്നത്, അപ്പൊ അങ്ങനെ റോള് ചെയ്യുന്നവർ, അത് തന്നെ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നത്, അപ്പൊ അങ്ങനെയുള്ള ആ റോള് ചെയ്യുന്നവർ തങ്ങൾ നായക നടനാണ് എന്ന് അവകാശപ്പെടരുത്. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റേ റോള് ചെയ്തോട്ടെ, നമുക്ക് വിഷയമില്ല. സഹനടന്റെ റോള് ചെയ്തോട്ടെ, എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇപ്പം ഐഷി ഘോഷിനെതിരെ അവിടെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ ശ്രീ ബ്രിട്ടാസിന്റെ ഇടപെടലൊക്കെ വളരെ അനുചിതമാണ് എന്നാണ് ഞാൻ പറയുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം അവിടെ ഇട്ടു. പക്ഷേ ഈ മുണ്ടും മടക്കിക്കുട്ടി റോട്ടിലൂടെ നടന്നിട്ട് അതിന്റെ ഫോട്ടോഷൂട്ട് നടത്തുക, എന്നിട്ട് അത് ഫേസ്ബുക്കിൽ ഒരു നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈഡിൽ ഒരിടത്തും ഡൽഹി പോലീസ് ഇല്ല. എനിക്കറിയില്ല ഇത് എങ്ങനെയാണ് ഇമാജിനേഷനിൽ ഇങ്ങനെ ചുവപ്പ് പരവതാനം ഇവർക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ അദ്ദേഹം മരിച്ചു വീഴുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ റഹീമാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം. രാഹുൽ ഗാന്ധി നാട്ടിൽ വന്ന് മുഴുവൻ തെറിയും കണ്ണുപൊട്ടുന്ന അവിടെ വന്ന് രാഹുൽ ഗാന്ധിയുടെ കൂടെ ചേർന്ന് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ എന്നുള്ളതാണ്. പിന്നെ വിനായകന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ശ്രീ രമേശ് ചെന്നിത്തല കാരണമാണ് വിനായകൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ കാര്യം. അതിൽ ശ്രീ രമേശ് ചെന്നിത്തലയോട് എനിക്ക് അതിയായ സ്നേഹമുണ്ട്. കാര്യം ഇപ്പൊ ഈ തൂഫാനൊക്കെ വന്നതോടുകൂടി സാധനം കിട്ടാനില്ല, വിനായകന് അത്യാവശ്യത്തിനുള്ള ഇതൊന്നും കിട്ടാതെ അദ്ദേഹത്തിന് വെളിവും ബോധവും തിരിച്ചു. മറ്റേത് ഇതാണല്ലോ, ഹൈയിലാണല്ലോ, വേറൊരു ലോകത്തിലാണ്. അപ്പൊ ഇപ്പൊ ആ ഹൈ അവസാനിച്ച് അദ്ദേഹം ലോ റേഞ്ചിലെത്തി. അപ്പൊ അദ്ദേഹത്തിന് അത്യാവശ്യം ബോധമൊക്കെ തിരിച്ചു വന്നു. ബോധം തിരിച്ചു വരുന്നവർ ആദ്യം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പോലും തോന്നുകയാണ് ഇത് എന്ത് പണിയാ ഇയാൾ കാണിക്കുന്നത്, എന്ത് ഷോ ആടാ എന്ന്. ഞാനല്ല, വിനായകനാണ് പറഞ്ഞത്. അപ്പോ സഹാക്കളുടെ വിനായകനാണ്. പണ്ട് ഉമ്മൻചാണ്ടി അധ്യക്ഷിച്ചപ്പോ ഈ സഹാക്കൾ തന്നെയാണ് വിനായകന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പറ്റി വാദവരാതെ എഴുതിയതും പാടിയതൊക്കെ. അപ്പൊ ആ പണിലുള്ള പ്രതികരണ ശേഷിയുള്ള സിനിമാ നടനൊക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ അല്ലാതാണ് കേൾക്കുന്നത്. അല്ല, അപ്പൊ ആ പാണന്മാർ തന്നെ വിനായകന്റെ മഹാദ്വി ഇനിയും പാടി നടക്കട്ടെ എന്നാണ് നമുക്കത് പറയാനുള്ളത്. കാര്യം ബ്രിട്ടാസിന് ഇപ്പൊ ഉമ്മൻചാണ്ടി മരണപ്പെട്ട ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വലിയ ജനസാഗരം കയ്യിലേറ്റിക്കൊണ്ട് പോകുമ്പോൾ അതിനെ വിമർശിക്കുന്ന വിനായകൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി വിനായകന്റെ ഭാഷയിൽ പറഞ്ഞ ചീഞ്ഞ ഷോ കാണിച്ച ഒരാളെ അദ്ദേഹത്തിന് വിമർശിക്കാമല്ലോ, എന്താ കുഴപ്പം? ഞങ്ങൾ വിനായകനെ സംരക്ഷിക്കാനോ വിനായകന്റെ സ്റ്റേറ്റ്മെന്റിന് അനുകൂലമൊന്നുമല്ല. ഞാൻ പറഞ്ഞ ജോൺ ബ്രിട്ടാസ് അദ്ദേഹത്തിന് സമരം ചെയ്തു. അദ്ദേഹം നല്ല രീതിയിൽ എൻ്റെ ഒപ്പമൊക്കെ ഇരുന്ന് ചർച്ചകളിലൊക്കെ അദ്ദേഹം ഞാനുമായി സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ സംസാരിക്കുക, അദ്ദേഹത്തെ സംസാരിക്കാൻ നമുക്ക് പഠിപ്പിക്കണം. പക്ഷേ അത് ശരിയായ രീതിയിലാണോ CPM അതിനെ ഉപയോഗിച്ചത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഡൽഹിയിലാണ് സമരം നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി NSU ഈ പറയുന്ന JNUവിലും
ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ലെഫ്റ്റ് സ്റ്റുഡൻസ് ആണുള്ളത്. ലെഫ്റ്റ് മൈൻഡഡ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ദേ ആർ നോട്ട് CPM ആക്ച്വലി എന്നുള്ളതാണ്. അപ്പം നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ SFIയുടെ സമരം നടക്കുന്നു, ഐസയുടെ സമരം നടക്കുന്നു. ഇവരെല്ലാം CPMുമായി ബന്ധപ്പെട്ടവരല്ല. അവിടെ JNUവിൽ ഏറ്റവും വലിയ സമരം നടത്തിയ ആളാണല്ലോ ആസാദി മുദ്രാവാക്യം വിളിച്ച നമ്മുടെ കനയ്യകുമാർ ഇന്ന് കോൺഗ്രസിലാണ്, AICCയുടെ സെക്രട്ടറിയാണ്. അപ്പോൾ ആ കോളേജ് വിദ്യാഭ്യാസത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ അവർക്ക് ബോധ്യം ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥ സോഷ്യലിസം കോൺഗ്രസിലാണ്. അപ്പോൾ അവർ ഇവിടേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞ ഐഷി ഘോഷ് പോലും നാളുകളിൽ കോൺഗ്രസ് ആയി മാറും, ഒരു സംശയം വേണ്ട. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചോ, അന്ന് നമുക്ക് പ്ലേ ചെയ്യാം. ഐഷി ഘോഷിന് പോലും ഒന്നും CPMൽ നിൽക്കാൻ പറ്റില്ല. കാര്യം ഒരു ദേശീയ രാഷ്ട്രീയത്തിന്റെ ക്യാൻവാസ് അവിടെ ഇല്ല. പിന്നെ രണ്ടാമത് ഈ പറയുന്ന സംഘ് പരിവാറിനെ എതിർക്കാൻ CPMൽ നിന്നുകൊണ്ട് സാധിക്കില്ല എന്ന് കൃത്യമായ ബോധ്യം അത്യാവശ്യം തലയ്ക്കുള്ളിൽ ചോറുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരത് വെളിയിലിറങ്ങി വന്ന് സംസാരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാജ്യത്താകെ സമരത്തിലായിരുന്നു. ഉത്തരാഖണ്ഡിൽ ശ്രീ രാഹുൽ ഗാന്ധി ചെന്ന് റിയാകുമാർ താഭയുടെ പിതാവിനെ ചേർത്ത് പിടിക്കുന്ന ചിത്രമൊക്കെ വളരെ വൈറലായതാണ്. പക്ഷേ CJP പ്രൊട്ടസ്റ്റിനാണ് കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടിയത്. അതിൽ നമുക്ക് പ്രശ്നമില്ല, അത് അങ്ങനെ ആവട്ടെന്നേ, നല്ല കാര്യമല്ലേ. ഞങ്ങൾ ആ സമരത്തിലേക്ക് ഇടിച്ചു കയറാൻ ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും ഞങ്ങൾ പോയിട്ടില്ല. നിങ്ങൾ കണ്ടോ എവിടെയെങ്കിലും? കോൺഗ്രസ് ഇടപെട്ടത്, രാഹുൽ ഗാന്ധി ഇടപെട്ടത് ആ സമരത്തെ ലാത്തി ഉപയോഗിച്ച് ഈ പറയുന്ന സംഘ് പരിവാർ ഗൂൺസ് അതിനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇടപെട്ടത്. അത് ജനാധിപത്യപരമായി സമരം ചെയ്യാനുള്ള അവകാശത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്, അത് ഇടപെടും. അല്ലാതെ ഞങ്ങൾ അവരുടെ സമരവേദി, ഇപ്പം രാഹുൽ ഗാന്ധി ഈ ആദ്യ ദിവസം ആ സമരവേദിയിലേക്ക് ചെന്നാൽ അവിടെ കയറേണ്ടെന്ന് CJP പറയുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്? ഒരിക്കലുമല്ല. അവർ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് കുറച്ചും കൂടെ സ്ക്രീൻ ടൈം കിട്ടിയാലേ. പക്ഷെ അത് വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഏതായി പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് മൈൻഡാണ്. ഞങ്ങളുടെ ചിന്ത അങ്ങനെയാണ്. അതിന്റെ ആവശ്യമില്ല, അവിടെ പോയി ഇടിച്ച് കയറേണ്ട കാര്യമില്ല. അത് മറ്റൊരാൾക്ക് ഉണ്ടാവണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. അവിടെ പോയി ഹൈജാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അത് മറ്റൊരാൾ തീരുമാനിച്ചല്ലോ, നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. CPMന്റെ സമരത്തെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. ഈ ദില്ലിയിൽ അണ്ണാ ഹസാരയുടെ സമരം നടക്കുന്നു. അണ്ണാ ഹസാരയുടെ സമരം എന്ന് പറയുന്നത് UPA ഗവൺമെന്റിനെ താഴെ ഇറക്കിയതും BJPയെ അധികാരത്തിലെത്തിച്ചതും BJPയെ ഇന്ന് ഈ കാണുന്ന വലിയ ശക്തിയാക്കി മാറ്റിയതല്ല അണ്ണാ ഹസാരയുടെ സമരമാണ്. മറ്റൊരു സമരമല്ല. രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് അണ്ണാ ഹസാര സമരവും, രണ്ട് നിർഭയ ഇഷ്യൂ അവസാനം ഉണ്ടാകുന്നു. അതിനെ ഫ്യൂവലപ്പ് ചെയ്യാൻ അന്ന് CPMനും BJPക്കും സാധിച്ചു. അന്ന് CPM BJP ആയിരുന്നു സെറ്റിൽ. ഈ അണ്ണാ ഹസാരയുടെ ഒരു സൈഡിൽ ഇരുന്നത് BJP നേതാവും, ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് ഈ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായിട്ടുള്ള വൃന്ദ കാരാട്ടുമാണ്. ആ ചിത്രം ഇപ്പോഴും ഉണ്ട് നമ്മുടെ എല്ലാം കയ്യിൽ. അപ്പൊ ഇവർ ഏതെങ്കിലും സമരം എവിടെയെങ്കിലും കണ്ടാൽ അവിടെ പോയി കയറാൻ സമരം സമരമാണോ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഞങ്ങളുണ്ട്. ഇപ്പൊ ഒരിടത്തും അധികാരത്തിലില്ലല്ലോ സമരം ചെയ്യാൻ പറ്റുന്ന. സമരം ചെയ്യണം CPM എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതെ, അവര് ഇപ്പോ ഇവിടെ ഇലക്ഷന് മുൻപ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷവും പറഞ്ഞിരുന്നത് ഞങ്ങളാണ് പ്രതിപക്ഷത്തിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഞങ്ങളുടെ സമരവീര്യം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ വലിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യമുണ്ട്, ഈ ഇപ്പൊ ചിലർ ചോദിക്കും നിങ്ങൾ CMനെ തീരുമാനിക്കാൻ ഒരുപാട് സമയം എടുത്തല്ലോ കോൺഗ്രസ്. പക്ഷേ CPMൽ ആ പ്രശ്നമില്ല. കാര്യം പിണറായി വിജയൻ വന്നിരിക്കുന്നു, നമുക്കൊരു പുതിയ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കണം. അപ്പോൾ എല്ലാവരും പറയാം ശരിയാണ്, എടുക്കണം, ആവശ്യമാണ്. അപ്പോൾ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. മിടുക്കനും പ്രഗത്ഭനും യുവജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളവനുമായ അഴിമതി തൊട്ട് നേടിയിട്ടില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ പാർട്ടി തീരുമാനിച്ചു. അപ്പൊ എല്ലാരും പ്രതീക്ഷിക്കും പുതിയൊരാൾ വരാൻ പോകുന്നു, ഇതാ അന്തിക്രിസ്തു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുഴുവൻ ഇങ്ങനെ കാത്തിരിക്കും. പറയും ഞാൻ തന്നെയാണ്. ഇത് കൈയടിക്കാതെ വേറെ വഴിയുണ്ട് അവർക്ക്. ഇതാര് തീരുമാനിച്ചു? അപ്പോ എന്റെ മേഘ ഇവരുടെ സിസ്റ്റം ഇങ്ങനെയാണ്. ഇത് പണ്ട് ഏക്കുമായിരുന്നു. എവിടെയാണെന്നറിയോ, ഈ മറ്റേ പിള്ളസാറിന്റെ ക്ലാസ് പങ്കെടുക്കുന്ന സഹാക്കന്മാരുണ്ട്. ഇപ്പൊ അത് മാറി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞല്ലോ, CPM ജോലി മേടിച്ചു കൊടുത്തവർ പോലും ഞങ്ങൾക്കാണ് വോട്ട് ചെയ്തത്. അടിയുറച്ച CPM മെമ്പർമാർ ഞങ്ങൾക്ക് വോട്ട്, CPMന്റെ ലോക്കൽ സെക്രട്ടറിമാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത്. പ്രശ്നം ഈ CPMനുണ്ടായ അപജയം മാറണമെന്ന് അവർ ചിന്തിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ, ശ്രീ ബ്രിട്ടാസ് വളരെ മനോഹരമായി സംസാരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം ആ രീതിയിലായിരുന്നു അവിടെ ഇടപെട്ടിരുന്നെങ്കിലോ, ഈ മുണ്ട് മടക്കിക്കുട്ടിയുള്ള ഫോട്ടോഷൂട്ടൊക്കെ ഒഴിവാക്കി അവിടെ മീഡിയാസിനെ കാണുകയും ആ സമരത്തെ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ആയിരുന്നെങ്കിൽ CPMനും ബ്രിട്ടാസിനും കിട്ടുന്ന ഒരു ഇമേജ് മറ്റൊന്നായിരുന്നു. വളരെ ഒരു പ്രൊഫഷണൽ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് അതുണ്ടാവുമായിരുന്നു. പക്ഷെ ഇത് അദ്ദേഹം ചെയ്തതിനോടൊപ്പം, അത് ചെയ്തില്ലെന്ന് ഞാൻ പറയില്ല, അത് ചെയ്തതിനോടൊപ്പം ഈ പറയുന്ന സ്റ്റുഡൻസ് പിള്ളേരുടെയൊക്കെ ഒരു ഇതുപോലെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയത് കൊണ്ടായിരിക്കാം വിനായകൻ വിമർശിച്ചത്. അത് അവരായി അവരുടെ കാര്യമായി, നമ്മൾ അവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം.